ഇന്ന് നമ്മൾ ഈ ബജറ്റിൻ്റെ കേൾക്കാം ബജറ്റിൻ്റെ അവതരണം കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിട്ട സമയത്ത് നമ്മളതിൻ്റെ വിശദമായിട്ടുള്ള കണക്കുകളും മറ്റും ലഭ്യമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണല്ലോ രാത്രി സംസാരിക്കുന്നത്. നമുക്കെന്താണ് അതിൻ്റെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്താൽ കിട്ടുന്ന കാര്യം എന്താണ്? 2 ദിവസം മുമ്പ് ഇറങ്ങിയ എക്കണോമിക് റിവ്യൂവും നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. കേരളത്തിൻ്റെ വികസനം പൂർണ്ണമായും മുരടിച്ചിരിക്കുകയാണ്. ആകെ പ്രസംഗത്തിൽ മാത്രമാണ് വികസനമുള്ളത്, വികസന പ്രസംഗങ്ങൾ മാത്രമാണുള്ളത്. നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് 30,730 കോടി രൂപയിൽ സ്റ്റാഗ്നേറ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ഒരു പൈസ പോലും വർദ്ധിപ്പിക്കാൻ 30,370 കോടി 30370. ഇത് ഈ വരാൻ പോകുന്ന വർഷത്തെ പ്ലാൻ അതാണ്, നിലവിലുള്ള പ്ലാൻ അതാണ്, കഴിഞ്ഞ വർഷത്തെയും പ്ലാൻ അതാണ്. എന്താണ് അതിൻ്റെ യുക്തി? 1 രൂപ പോലും വർദ്ധിപ്പിക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. എന്താണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻ? 1, ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും പുതിയതായിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയില്ല. 2, പഞ്ചായത്തുകൾക്ക് പദ്ധതിയുടെ 25% നമ്മൾ കൊടുക്കുക. അപ്പോൾ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ 1200 ലോക്കൽ ഗവൺമെൻറ്റുകളാണ്. ഈ 1200 ലോക്കൽ ഗവൺമെൻറ്റിനും 3 വർഷമായി 1 രൂപ അധികം കിട്ടില്ല. ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോമ്പണൻറ്റ് പ്ലാൻ SCP അത് 9.8%, ഏതാണ്ട് 10%. അവർക്കും യാതൊരു വർധനയുമില്ല. TSP ട്രൈബൽ സബ് പ്ലാൻ അത് 2.8%, ഏതാണ്ട് 3%. അവർക്കും 3 വർഷമായിട്ട് യാതൊരു വർധനവുമില്ല. എന്നാൽ അതിൻ്റെ മുന്നിലുള്ള 2 വർഷങ്ങളിൽ കോവിഡ് കാരണം 27,000 കോടിയായിരുന്നു എന്ന് മറക്കരുത്, നമ്മളതിനെ വിമർശിക്കുന്നില്ല. പക്ഷെ അതിൻ്റെ മുന്നിലേക്ക് പോയാലോ, കോവിഡിന് മുന്നിൽ 30,670 കോടി ഉണ്ടായിരുന്നു. അപ്പോൾ 670 കോടിയിൽ നിന്ന് ഇപ്പോൾ 370 കോടിയായിട്ട് കുറഞ്ഞു. അപ്പോൾ കോവിഡിന് പ്രീ കോവിഡിൽ നമ്മുടെ പ്ലാൻ സൈസ് 30,670 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 30,370 ആയി. 2 വർഷം നമുക്ക് വിടാം, കാരണം അത് കോവിഡ് ആയതുകൊണ്ട് നമുക്ക് കൂട്ടേണ്ടതില്ല. ഇതിൻ്റെ അർത്ഥം എന്താണ്? എന്തിനാണ് ഈ ഗവൺമെൻറ് ഭരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് രാഷ്ട്രീയമായ ചോദ്യമായിട്ട് നിങ്ങൾ എടുക്കരുത്. ഇനി ഈ ബജറ്റ് ഈ പ്ലാൻ നടപ്പാക്കുന്നതിനെ കുറിച്ചും എക്കണോമിക് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. 2022-23 പൂർണ്ണമായ കണക്ക് പുറത്തു വന്നല്ലോ. ഈ വർഷത്തെ പൂർണ്ണമായി കണക്ക് പുറത്തു വരില്ല. ആ കണക്കുകളനുസരിച്ച് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടറിൽ 1,648 കോടി രൂപയാണ് സ്റ്റേറ്റ് പ്ലാൻ ഔട്ട്ലേ. ഈ ബുക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് പ്ലാനിംഗ് ബോർഡിൻ്റെ ബുക്കാണ്, പേജ് നമ്പർ 46. 1,097 കോടിയാണ് ചെലവഴിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 600 കോടി രൂപ ലാപ്സാക്കി.